ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ സർവമേതദ്രുതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാ ന ദാനവാഃ സ്വയമേവാത്മനാത്മാനം വേദ്ധത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ ഭക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാംസ്ത്വം വ്യാപ്യ തിഷ്ഠസി കഥം വിദ്യാമഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10-ാം അധ്യായം വിഭൂതി യോഗം. ഇതുവരെ ഭഗവാന്റെ വാക്കുകളായിരുന്നു. ഇനി അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. ഭഗവാൻ പറഞ്ഞതിന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതിനുള്ള ഉത്തരമാണ് പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ളൊരു ചോദ്യം. എന്താ പറയുന്നത്? അർജുന ഉവാചാം 12 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് അർജുനന്റെ ചോദ്യമായിട്ടുള്ളത്. അർജുന ഉവാചാം പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭും ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവഋഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷി മേ. അല്ലയോ ഭഗവാനെ കൃഷ്ണ, അങ്ങ് ആരാ? അങ്ങ് ആരാന്ന് പറഞ്ഞിട്ടുണ്ട് മഹർഷിമാര്, നാരദൻ മുതലായുള്ള മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ആരാണത്? ഭഗവാൻ പരം ബ്രഹ്മ പരം ധാമ, പരമാത്മാവാണ്, പരബ്രഹ്മമാണ്, പ്രാപ്യസ്ഥാനമാണ്. എവിടേക്കാ നമ്മൾ എത്തേണ്ടത്? ബസ്സിലേക്ക് ടിക്കറ്റ് ഇട്ട് എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കില്ലേ? പോകുന്നത് ഭഗവാനിലേക്കാണ്. നമ്മുടെ ജീവിതയാത്ര, ജീവിതം എത്തേണ്ട അവസാനിച്ച് എവിടേക്കാ പോവുക? ഭഗവാനിലേക്ക്. അപ്പം അതൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണേനും. ആഹുസ്ത്വാം ഋഷയ സർവേ, ഈ പരമമായ സത്യമെന്ത്, പരമമായ ലക്ഷ്യസ്ഥാനമെന്ത്, ബ്രഹ്മം ആരാണ്, എന്താണ്, ഇതൊക്കെ ഭഗവാനാണ് എന്ന് പറയുന്നുണ്ട് അറിവുള്ള ആൾക്കാർ, മഹർഷീശ്വരന്മാർ. അവരിൽ കൂട്ടത്തിൽ അങ്ങും പറഞ്ഞിട്ടുണ്ട് സ്വയം ജൈവ ബ്രവീഷിമേ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞില്ലേ, എന്നെ ആണ് പ്രാപിക്കേണ്ടത്, ഞാനാണ് സർവേശ്വരനായിട്ട് എല്ലാവരുടെ ഉള്ളിലും ഞാനാണുള്ളത്, ഭക്തിയോടുകൂടി എന്നെ ഭജിക്കുക, ഭജിച്ചിട്ടുള്ള ഭക്തൻ്റെ യോഗക്ഷേമം ഞാൻ വഹിക്കും, അവനൊരിക്കലും കഷ്ടപ്പെടില്ല, അവന് ഒരു വിധത്തിലും പതനം ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെന്നെ അർജുനൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നു. സർവമേതദൃതം മന്യേ യന്മാം വദസി കേശവ. അല്ലയോ കൃഷ്ണ, കേശവ, അങ്ങ് പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണ്. നഹിതേ ഭഗവാൻ വ്യക്തിം വിദുർ ദേവാന ദാനവ. പക്ഷേ ഇത് ആർക്കും അങ്ങോട്ട് പൂർണ്ണമായിട്ട് ബോധ്യമില്ല. ദേവർഷി നാരദൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും ഇത് വ്യക്തമല്ല. പറഞ്ഞാൽ നമ്മളൊക്കെ പോലെ തന്നെ നമ്മൾ ഭഗവാനാണ് പ്രാപ്യസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ബോധ്യമില്ല. നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് നമുക്കറിയാം. ജീവിക്കുന്ന സുഖമായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുക, അത് തരാനുള്ള ആളാണ് ദൈവം. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ തരണം. അത് ഉള്ള നമ്മൾ ഒരുപാട് നിവേദനമായിട്ട് അമ്പലത്തിലേക്കൊക്കെ പോവും, ഭഗവാനെ പ്രാർത്ഥിക്കും, അല്ലേ? അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ ആരാന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. നമുക്ക് അറിയാനുള്ള ഉദ്ദേശമില്ല. നമുക്ക് എന്തേ വേണ്ടു? നമുക്ക് സമാധാനം കിട്ടണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയാവണം. ദുഃഖം വന്ന് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു തിരക്കില്ല. പക്ഷെ അത് മാത്രമല്ല കേട്ടോ. ഭഗവാൻ ഒരു വെറും എന്താ പറയുക, ഈ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് കാണരുത്.
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്, ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ്. ഈ വിഭൂതി യോഗം തന്നെ അതിൻ്റെ അർത്ഥം അതാണ്. ഭഗവാന്റെ വിഭൂതിയാണ്. ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ലത് ചീത്ത എല്ലാം ഭഗവാനിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അത് ഭഗവാൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും ഇതൊന്നും ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മാത്രമല്ല മഹർഷീശ്വരന്മാർക്ക് പോലും വ്യക്തമാണോ സംശയ. അത് പറഞ്ഞു തരുന്നുണ്ട്. ദേവന്മാർക്കും അസുരന്മാർക്കൊന്നും ഇത് ശരിക്കും വ്യക്തമല്ല. അങ്ങയെപ്പറ്റി അങ്ങയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്രമേയോ ഋഷികേശ എന്ന സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഭഗവാനെ അളക്കാൻ കഴിയില്ല. അചിന്ത്യനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്. നമ്മളെ ഈ കഴിവുകൊണ്ട് അറിവിൻ്റെ പരിമിതി വെച്ചിട്ടൊന്നും ഭഗവാനെ അളക്കാൻ സാധിക്കില്ല. എന്താണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൽ, ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുക. അത്യധിഷ്ഠ ദിശാങ്കുലം എന്നൊക്കെ പറയുന്നു പുരുഷസൂക്തത്തിൽ. നമ്മൾക്കിപ്പോൾ എന്താ അറിയാം, അമ്പലത്തിലുള്ള വിഗ്രഹം കൃഷ്ണനാണ് അല്ലെങ്കിൽ വേറെ ഈശ്വരന്മാരാരെങ്കിലും ആണ് എന്ന് നമ്മളിങ്ങനെ വിശ്വസിക്കുക. അതന്നെ വിശ്വാസമുള്ളവർ കുറവാ, ഉള്ളവരുടെ ധാരാളം, അത്രയേ ഉള്ളൂ. ഇതൊന്നുമല്ല. വക്തുമർഹസ്യ അശേഷേണ മുഴുവൻ പറഞ്ഞു തരണം എനിക്ക്. സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗൽപദേ. ഭഗവാന്റെ വിശേഷണങ്ങളാണ്. ദേവദേവനാണ്, ഭൂതഭാവനാണ്, ഭൂദേശനാണ്. ഭഗവാനെപ്പറ്റി ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. ഭഗവാൻ ആരാണെന്ന് നമ്മളൊക്കെ പല രീതിയിലും നമ്മളെ കയ്യിലുള്ള അളവുകോലുകളെ കൊണ്ട് അളക്കും. ഈ അളവുകോലുകൊണ്ടൊന്നും അളക്കാൻ ഭഗവാനെ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി വ്യക്തമാക്കി തരണം എന്നാണ് അർജുനൻ്റെ ആവശ്യം. സ്വയമേവാത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗൽപദേ. അനേകം വിശേഷങ്ങൾ അങ്ങനെ പറയുകയാണ്. ദേവദേവനാണ്, ജഗൽപതിയാണ്, ഭൂതഭാവനാണ്, ഭൂദേശനാണ്, സർവ്വ ചരാചരങ്ങളുടെയും ഈശ്വരനാണ് എന്നൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭഗവാനോട് പറയുന്ന വിശേഷമായിട്ട് പറഞ്ഞു തരൂ ഭഗവാനെ. എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടത്? വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയാം യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം ത്വം വ്യാപ്യതിഷ്ഠസി. ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ആ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തരൂ, വ്യക്തമാക്കൂ. പോരാ, കേട്ടിട്ട് വിശ്വാസം പറയുന്നത് തെറ്റൊന്നും തോന്നുന്നില്ല. ഭഗവാൻ സത്യമേ പറയുള്ളൂ, പറഞ്ഞൊക്കെ സത്യമാണ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോരാ, വ്യക്തമായിട്ടില്ല. അപ്പം പഠിപ്പിക്കുമ്പോൾ ചില സംഗതികൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലായോ എന്ന് ചോദിക്കും. കുട്ടികളുടെ മുഖത്ത് നോക്കിയാൽ ശരിയായില്ല എന്ന് തോന്നും. അപ്പം നമ്മളൊന്നുകൂടി ആവർത്തിക്കും. പക്ഷെ അവർക്കിട്ട് ധൈര്യമില്ല. മനസ്സിലായില്ല എന്ന് പറയാം, മനസ്സിലായി മിണ്ടാണ്ടിരിക്കും. ചിലർ പറയും ചെയ്യും മനസ്സിലായില്ല, ഒന്നുകൂടി വ്യക്തമാക്കണം. അപ്പോൾ ഇവിടെ അർജുനന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ആയില്ല. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൂതഭവ്യ ഭൂതഭാവന ജഗൽപദേ ദേവദേവ ബ്രഹ്മം പരബ്രഹ്മമാണ്, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്നൊക്കെ നമ്മൾ പഠിച്ചു കേട്ടു. പക്ഷേ അത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? പറ്റും, ഭഗവാന് പറ്റും. ഭഗവാന് പറ്റാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കണേ എന്നൊരു അഭ്യർത്ഥന. കഥം വിദ്യാമ്യഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ. ഞങ്ങൾക്ക് എന്താ വേണ്ടത് ഭഗവാനെ? എങ്ങനെയാണ് അങ്ങയെപ്പറ്റി അറിയുക? അഹം കഥം സദാ പരിചിന്തൻ, എപ്പോഴും ധ്യാനിക്കുന്നവനായാൽ അങ്ങയെ അറിയും. ഹേ യോഗേശ, യോഗേശ്വര, ഞാൻ ഏത് വിധം എപ്പോഴും ധ്യാനിക്കുന്നവനായാൽ അങ്ങയെ അറിയും. അങ്ങയെ അറിയണമെന്ന് മോഹമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ധ്യാനിക്കട്ടെ. കേഷു കേഷു ച ഭാവേഷു ത്വാം വിദ്യാം, അങ്ങയെ അറിയും. എങ്ങനെ അറിയാം? ഭഗവൻ കേഷു കേഷു ച ഭാവേഷു, ഏതേത് ഭാവങ്ങളിലാണ് എന്നാൽ ധ്യാനിക്കപ്പെടേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഭഗവാനെ എപ്പോഴും ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കുക എന്നാൽ ഭഗവാൻ അറിയാൻ സാധിക്കും എന്നല്ലേ പറയുന്നത്. ഏത് ഭാവത്തിലാണ് ഒന്ന് പറഞ്ഞു തരൂ. ഇപ്പം നമ്മൾ ഭാഗവത്തിലൊക്കെ കണ്ടു, പിന്നെ കപിലോപദേശത്തിൽ അമ്മ ദേവഹൂതി ദേവിയോട് ഭഗവാൻ കപിലമൂർത്തി പറയുന്നുണ്ട്, അമ്മേ സഞ്ചിന്തയിൽ ഭഗവത ചരണാരവിന്ദം. ഭഗവാന്റെ പാദാദികേശം അങ്ങനെ വർദ്ധിച്ചു ധ്യാനിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ രൂപം, ദിവ്യമംഗളമായിട്ടുള്ള ആ രൂപം ധ്യാനിച്ചോളൂ. അമ്മയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധ്യാനയോഗം.
അങ്ങനെ ധ്യാനിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ രൂപം ഇങ്ങോട്ട് കടന്നു വരും, ധാരണ. അങ്ങനെ വന്നാലോ പിന്നെന്താണ്? ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃൽ സദാം. ഭഗവാൻ ഇങ്ങോട്ട് കയറിയിരുന്നാൽ ഇവിടെയുള്ള ഹൃദയമാലിന്യങ്ങളൊക്കെ പോവും. അങ്ങനെ ആ ജ്ഞാനദീപം പ്രകാശിപ്പിക്കപ്പെടും. അത് ഭഗവാൻ വന്നിരിക്കണം. അപ്പം ഭഗവാനെ ഉള്ളിലേക്ക് വരുത്താനുള്ള ഒരു എന്താ പറയുക മാർഗമാണ്, ഒരു ആഗ്രഹം ഭഗവാനോ അർജുൻ്റെ മനസ്സിലുണ്ടാവുക. ഞാൻ ധ്യാനിക്കട്ടെ ഭഗവാൻ ധ്യാനിച്ചിട്ട് ഭഗവാനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. ഏത് ഭാവത്തിലാണ് ധ്യാനിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരൂ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിരീ ശൃണ്വതോ നാസ്തി മേ മൃതം. മതിയാവില്ല കൃഷ്ണ, പറഞ്ഞു തരൂ എങ്ങനെയാണ് അങ്ങനെ ധ്യാനിക്കേണ്ടത്? വിസ്തരിച്ച് അങ്ങയുടെ വിഭൂതി യോഗം ഒന്ന് പറഞ്ഞു തരൂ. ജനാർദ്ദന, ഞങ്ങളുടെ ദുഃഖങ്ങളെയൊക്കെ തീർത്തു തരുന്ന കൃഷ്ണ, അങ്ങയെ ധ്യാനിച്ച് മനസ്സ് ശുദ്ധമാക്കണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ ആ വിഭൂതി യോഗമൊക്കെ ഒന്ന് പറഞ്ഞു തരിക, അപ്പോൾ ഞങ്ങൾക്ക് ധ്യാനിക്കാൻ സാധിക്കും എന്നാണ് ചുരുക്കം. ഇങ്ങനെ ഈ അർജുനൻ്റെ ഈ ചോദ്യങ്ങൾ ഭഗവാനോട് വിസ്തരിച്ച് പറഞ്ഞു തരാൻ പറയുകയാണ് വിഭൂതി യോഗം. വിഭൂതി യോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേരെന്നെ. അത് തുടക്കത്തിൽ ഭഗവാൻ കുറച്ച് പറയുകയും ചെയ്തു, അത് അങ്ങോട്ട് പോരാ, മതിയായില്ല. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് വിഭൂതി യോഗം ഒന്ന് പറഞ്ഞു തരൂ. ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം, എങ്ങനെ ധ്യാനിച്ചാൽ സുഖം ഉണ്ടാവും, മനസ്സ് സന്തോഷമാവും, മനസ്സിന് എല്ലാവരും കുളിർമ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ധ്യാനിക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വിഭൂതി യോഗം ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ഭഗവാനോട് അർജുനൻ പറയുന്നത്. ഇന്ന് ഇതിനു മുമ്പ് ഉള്ള ശ്ലോകങ്ങളൊക്കെ ഭഗവാന്റെ വാക്കുകൾ, ഇവിടെ ഈ 19 മുതലുള്ള ശ്ലോകങ്ങളൊക്കെ ഭഗവാന്റെ 19 നമ്മൾ അർജുനൻ പറയുന്നതായിട്ട് തുടങ്ങിയില്ലേ, ഏതാണത്? 12 മുതൽക്ക് 12 വരെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 12, 13, 14, 15, 16, 17, 18 ഇങ്ങനെയുള്ള ഈ 12 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് അർജുനൻ്റെ ചോദ്യം. ചുരുക്കത്രയേ ഉള്ളൂ. ഭഗവാനെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയണം. ഭഗവാൻ കേവലം കുറേ പര്യായങ്ങൾ ഭഗവാനെ വിളിച്ചു, പേരുകൾ ജഗൽപതേ എന്നൊക്കെ ദേവദേവ, ദേവേശ, ഭൂതേശ എന്നൊക്കെ വിളിച്ചു. എന്നിട്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം വ്യക്തമായി, ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല, ലോകം നിറഞ്ഞിരിക്കുന്നത് ഭഗവാനാണ്, ഇവിടെ നല്ലത് ചീത്ത അങ്ങനെയൊന്നുമില്ല, എല്ലതും ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, എല്ലാം ഭഗവാനിൽ തന്നെയാണ് ചെന്ന് ചേരുന്നത്, അവസാനം ലയിക്കുന്നതും. പ്രളയം, ഉൽപ്പത്തി, പ്രളയം, ലയം, അങ്ങ് ലയിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്നും വ്യക്തമാവണമെങ്കിൽ എല്ലാം നിറഞ്ഞിരിക്കുന്ന എന്താണ്, തുളിലും തുരുമ്പിലും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ എല്ലാ ദിക്കിലും ജഗന്മംഗള സ്വരൂപിൻ അവിടെ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിഭൂതി യോഗം ഒന്നുകൂടി വ്യക്തമാക്കൂ എന്നാണ് അർജുനൻ്റെ വാക്കുകളുടെ ചുരുക്കം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.